ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് മിൽക്ക് ഷേക്കാണ്. നമ്മുടെ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യം ഡേറ്റ്സ് ആണ്. പിന്നീട് നമുക്കിതിനകത്ത് കുറച്ച് കാഷ്നട്ട് വേണം, പിന്നെ മിൽക്ക് വേണം. ഡേറ്റ്സ് ഞാനിപ്പോൾ കുരു കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു 10-15 ഡേറ്റ്സോളം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് ആവശ്യമാണോ അത്രത്തോളം മാത്രം ഡേറ്റ്സ് എടുത്താൽ മതി. പിന്നെ കുറച്ച് കാഷ്നട്ടും എടുത്തു. പിന്നെ നമുക്ക് 2 ഗ്ലാസ് പാല് വേണം. അതും നമ്മുടെ തിക്നെസ്സിനും അനുസരിച്ച്. ചിലവർക്ക് തിക്കായിട്ടുള്ളതായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ തിക്നെസ് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ പാലും ഈത്തപ്പഴവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതായത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒന്ന് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാര്യം ഇങ്ങനെ ചെയ്താലേ നമുക്ക് ഒരു കുറച്ചെങ്കിലും ഡേറ്റ്സ് മിൽക്ക് ഷേക്കിൻ്റെ ആ ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അടിയത്തുമില്ല, അവിടെ കിടക്കുകയും ചെയ്യും, പേസ്റ്റ് ആവത്തുമില്ല, അതുപോലെ ആ ഒരു തിക്നെസ് കിട്ടത്തില്ല. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഉണ്ടല്ലോ എടുത്ത് വെച്ചിരിക്കുന്ന, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മിക്സിയിലേക്ക് മാറ്റണം. അതായത് തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് തണുത്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ളൊരു തിക്നെസ്സും, ഒരുപാട് തിക്കുമല്ല എന്നാൽ തിന്നുമല്ല. നമുക്ക് നോമ്പിനൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് റെസിപ്പിയാണിത്. അതായത് 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ: ഡേറ്റ്സ്, മിൽക്ക്, പിന്നെ കുറച്ച് കാഷ്നട്ട്. വേണമെങ്കിൽ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ഏത് ഏജുകാർക്കും ഇതിന് ഒരുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. നോമ്പിനൊക്കെ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പം ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.